ഇത് കോൺക്രീറ്റിലൊന്നും ചെയ്തിട്ടില്ലല്ലോ കേട്ടോ, മണ്ണ് കൊണ്ട് കൃഷ്ണേട്ടന്റെ വീട്ടിലിരുന്നു കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഓരോ പീസ് ഇവിടെ വന്നിട്ട് ചെയ്തേക്കാണ്, അതും ഒറ്റക്ക്. മോഹൻലാലിന്റെ വീട്ടിൽ ചെയ്തിട്ടുള്ളതാണ് അല്ലേ? ഈ താഴെ മുതൽ ഇതുവരെ പിന്നെ ഇവിടുന്ന് ഇതുവരെ ഒരു പീസ്. ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കഴിവുള്ള ഒരാളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇത് നമ്മുടെ പുലാമന്തോള് വടക്കൻ പാലൂർ എന്ന് പറയുന്ന ജുമാ മസ്ജിദ് ആണ്. അതോ പെയിന്റിംഗ് ഒക്കെ ആരായിരുന്നു ചെയ്ത്? പെയിന്റ് ഒക്കെ ഞാൻ തന്നെയാണ്. എല്ലാം നമ്മൾ തന്നെ, വേറെ ആരും ഉൾപ്പെടുത്തിയിട്ടില്ല. അത് ശരി. മുഹമ്മദ് എന്നോട് പറഞ്ഞു നമുക്ക് പള്ളിക്ക് ഇന്റെ ഭാഗത്ത് ഒരു മിനാറുണ്ടാക്കണം, അത് ഇജ്ജ് ഉണ്ടാക്കി തരണം. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല, ഇജ്ജ് ഉണ്ടാക്കി തരാം, ഞാൻ ഫോട്ടോ കൊണ്ടുതരാന്ന്. ഫോട്ടോ കൊണ്ടുവന്നു. അപ്പൊ ഞാൻ കണ്ടപ്പോ ചെയ്യാൻ തോന്നി. അപ്പൊ പിന്നെ ഞാൻ പണി തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു സമയം നോക്കണ്ട, പിന്നെ ദിവസം നോക്കണ്ട, ഞാൻ ആകുമ്പോ അത് റെഡിയാക്കി തരാം. അങ്ങനെ പറഞ്ഞോണ്ട് പണി തുടങ്ങിയോളൂ പറഞ്ഞു. ഞാൻ പണി തുടങ്ങി. അങ്ങനെ ഞാൻ പണി തുടങ്ങി 1.5 വർഷമായി ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. 1.5 വർഷമായിട്ട് നമ്മൾ പണി ഇവിടെ പെയിന്റിംഗ് കഴിഞ്ഞു. അപ്പൊ ആളുകൾ പള്ളിയിലൊക്കെ ഇങ്ങനെ പോകുമ്പോ ചോദിക്കണ്ടാവും, കൃഷ്ണേട്ടാ എന്തായി എന്നൊക്കെ തീരുന്നൊക്കെ ചോദിക്കില്ലേ? എന്താ പണി കഴിഞ്ഞത് എന്നൊക്കെ ചോദിക്കും. ഞാൻ ഒറ്റയ്ക്കല്ലേ കഴിയണ്ടേ. ആരെയായിരുന്നു ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മളിത് ചെയ്യാൻ വേണ്ടിട്ട്? അയമുക്ക. അപ്പൊ നമ്മുടെ അയമുക്കോടെ കേട്ടോ, അയമുക്കല്ലേ നമ്മളെ ബന്ധപ്പെട്ടത്? അയമുക്ക, എങ്ങനെയാണ് നമ്മുടെ കൃഷ്ണേട്ടനെ ബന്ധപ്പെടാൻ കാരണം? ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നുള്ള ആരെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് ഒരു പഴയ മറ്റൊരു സുഹൃത്താണ്. അത് ശരി. അപ്പൊ നമ്മള് ഇതിന്റെ മുമ്പ് ഇവിടെ ഒരു 25 വർഷം മുമ്പ് വേറെ ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഗേറ്റ് വെച്ച സമയത്ത് എനിക്ക് അതിന്റെ മുകളിൽ വെക്കാനുള്ള കോൺക്രീറ്റിലായിരുന്നു അന്നത്തെ ഗേറ്റ് കരിങ്കല്ലിലായിരുന്നു. അതും ഞാൻ തന്നെ ചെയ്തിരുന്നു. ആദ്യത്തെ അത് പൊളിച്ചു കളയുന്നപ്പോൾ മനസ്സിലേക്ക് ഒരു വലിയൊരു മാനസികമായിട്ടൊരു ക്ഷീണം തോന്നി. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ പെരുന്തമണ്ണ പള്ളിക്ക് പോയി നോക്കി. അപ്പോൾ എന്നിട്ട് അതിൻ്റെ ആൾക്കാരായിട്ട് ബന്ധപ്പെട്ട് പേപ്പറൊക്കെ, അപ്പോൾ കോൺക്രീറ്റ് കൊണ്ടാണ്, കംപ്ലീറ്റ് സിമെൻറ്റ് കൊണ്ടാണ്. അപ്പോൾ ഒരു വൃത്തിയായിട്ട് തോന്നുന്നില്ല. അപ്പോഴാണ് കൃഷ്ണന്റെ ഓർമ്മ മനസ്സിൽ. കാരണം എൻ്റെ വീട്ടിൽ പില്ലറൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പിന്നെ കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച മാതിരി തന്നെ ഇപ്പം ഞാനീ കണ്ടുകൊടുത്തോളം ശില്പി എന്നും പറയാൻ പറ്റില്ല, എന്തോ ഒരു വലിയ കഴിവ്. അതായത് അയാൾക്ക് വേറെ ആയുധങ്ങളൊന്നുമില്ല, മണ്ണ് കയ്യിൽ കിട്ടിയാൽ എന്താ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞാൽ നമ്മൾ അതുപോലെ. അപ്പം അത്രയും ഒരു വലിയൊരു കഴിവ് അയാൾക്ക് പടച്ചോ കൊടുത്തിരിക്കുകയാണ്. അല്ലാതെ അങ്ങനെ സംഭവിക്കില്ലല്ലോ. ഞാൻ കൃഷ്ണനെ എന്നോണം കൊണ്ടുപോയി പള്ളിയൊക്കെ കൊണ്ടുപോയി അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കാണിച്ചു കൊടുത്തു. ആ ഫോട്ടോ കൊണ്ട് ഞങ്ങൾ പോകുന്നു. അവിടുന്ന് അനുവാദമൊക്കെ വാങ്ങിച്ചിട്ട് ഫോട്ടോ എടുത്തു. അങ്ങനെ കൃഷ്ണനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ നമുക്ക് ഈ മണ്ണുകൊണ്ട് ഇങ്ങനെയുള്ളൊരു മിനാറുണ്ടാക്കി തരാം. അത് കൃഷ്ണൻ പറഞ്ഞാൽ ഉണ്ടാക്കി തരാറുണ്ട്. അപ്പോൾ പിന്നെ ഈ കിട്ടുന്ന പൈസ ഇങ്ങനെ ഞാൻ തന്നുള്ള പണി നടന്നോട്ടെ ആയിരുന്നു. അങ്ങനെ ഒരു വർഷത്തോളം ഏകദേശം പണി എടുക്കേണ്ടി വന്നു. കൈ കൊണ്ട് മാത്രമാണല്ലോ ഉണ്ടാക്കുന്നത്, വേറെ ആരും ഇല്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ പോകും, വെറുതെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ വെറുതെ ചെറിയ സഹായങ്ങൾ. ഇന്നെ കൊണ്ട് എന്താ കാര്യം എനിക്കൊന്നും അറിയില്ലല്ലോ, അതിനെ പറ്റിയൊന്നും അറിയില്ല. ഞാൻ മെക്കാനിക്കിന്റെ പണിയല്ലേ, എന്റെ പണിയൊന്നും അറിയില്ലല്ലോ. അങ്ങനെ അവിടെ പോയി ഇങ്ങനെ ഇരിക്കും. ഡെയിലി ഞാൻ നടന്നു പോകും, ഈ 2-3 കിലോമീറ്റർ നടന്നു പോകും, കൃഷ്ണനെ കാണും. ഇങ്ങനെ എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ കൊടുക്കും. അങ്ങനെ ഇത് മൊത്തം വീട്ടിൽ പിന്നെ ഇത് കൊണ്ടുവരുന്നു, വണ്ടി കൊണ്ടുവരുന്നു അല്ലേ? എന്നിട്ട് ഇവിടെ കൊടുത്തിട്ട് ഇവിടെ ഒരു പീസ്, ഇതിങ്ങനെ ഒരു പീസ് ആയിരുന്നു. പിന്നെ അടുത്ത പീസ് എവിടെ വരുന്നത്? ഈ താഴെ മുതൽ ഇതുവരെ പിന്നെ ഇതുവരെ ഒരു പീസ്, ഇവിടുന്ന് ഇതുവരെ ഒരു പീസ്. പിന്നെ രണ്ടാമത്തെ പീസാണ്. മൂന്നാമത്തെ പിന്നെ ഇത് പിന്നെ ഓരോ പീസുകളാണ്. ഓരോ പീസുകളാണ്. അപ്പൊ ഞങ്ങൾ ഗേറ്റിന് കണക്കാക്കിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ശരി. അങ്ങനെ ഓരോരോ പീസായിട്ട് ഓരോ പീസുകളാണ്, ഒക്കെ ഓരോ പീസാണ്. 1.5 വർഷം എടുത്തു കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിട്ട് അല്ലേ? അപ്പൊ അത്രയും റിസ്ക് കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മുടെ കൃഷ്ണേട്ടൻ ചെയ്തിട്ടുള്ളത്. അതെ. എനിക്ക് തോന്നുന്നേ നമ്മുടെ കേരളത്തിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് ഉണ്ടാവില്ല, മണ്ണോട് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. എനിക്ക് കൃഷ്ണേട്ടൻ്റെ മനസ്സിലായത് അറിയോ, എന്തെങ്കിലും ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്ക് കിട്ടിയാൽ അത് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ നന്നാക്കി കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു ചിന്താഗതിയേ ഉള്ളൂ. അവിടെ പൈസയുടെ ഒരു വിഷയം നോക്കില്ല, പക്ഷെ നമുക്ക് എന്നാലും ജീവിച്ചു പോകാൻ ഒരു എന്തെങ്കിലും ഒരു പിടിച്ചു നിൽക്കാൾ വേണം എന്നുള്ള ഒരു ചിന്താഗതി മാത്രമാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. നമ്മൾ വിചാരിച്ച രീതിയിലല്ല, വലിയൊരു മനസ്സ് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരാളാണ്. മനസ്സിലായി. ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും എന്തൊരു കാര്യം നമ്മൾ ഏൽപ്പിച്ചാലും അത് 100% പരിപൂർണ്ണമാക്കി നമ്മളെ ഏൽപ്പിക്കുന്നേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വത്തോടു കൂടെ മൂപ്പരിട്ടാണ്. അതെ. അപ്പൊ എന്തായാലും കൃഷ്ണേട്ടാ, നമുക്ക് നമ്മുടെ വർക്ക്ഷോപ്പ് ഒന്ന് നമ്മുടെ ആളുകൾക്ക് കാണിച്ചു കൊടുത്താലോ? എവിടെ വെച്ചിട്ട് അത് ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഒന്ന് കാണാനുള്ള ഒരു ആകാംക്ഷ നമ്മുടെ ആളുകൾക്ക് ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്തായാലും വർക്ക്ഷോപ്പിൽ പോയിട്ട് ബാക്കിയുള്ള കൃഷ്ണേട്ടന്റെ വർക്കുകളൊന്ന് കാണാം കേട്ടോ. നമ്മളിപ്പോ കൃഷ്ണേട്ടന്റെ വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. പള്ളിയത്തെ വർക്ക് ചെയ്തിട്ട് അത് കണ്ടിട്ട് കൃഷ്ണേട്ടന്റെ ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ. അതുപോലെ ഇത് എവിടെ ചെയ്താ? മൈസൂരാണ്.
മൈസൂർ ചെയ്താണ്. മൈസൂർ എന്താ ആശ്രമത്തിൽ ചെയ്താ ശ്രീ ഗണപതി സച്ചിദാനന്ദ സ്വാമിജിയുടെ ആശ്രമത്തിലായിരുന്നു ചെയ്തിട്ടുള്ളത്. ഒരു 10,000 തലകളുണ്ടായിരിക്കും. ഇതുവരും തലകളാണ് ഇത്. ഫോട്ടോ ഒക്കെ ഏകദേശം ഇങ്ങനെ നശിച്ചു തുടങ്ങി. ഇത് ഗുരുവായൂർ കേശവനാണ്. ഞാൻ വേറെ നല്ല തല. അപ്പോൾ നമ്മുടെ കൃഷ്ണേട്ടൻ്റെ ഓർമ്മകളായിട്ട് ഒരുപാട് സംഭവങ്ങളോട് ഉണ്ട് കേട്ടോ. പഴയ അതെ ഫ്രണ്ട് പേജ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അല്ലേ. പ്രജാപതി എന്ന് പറയുന്ന ഒരു ബുക്കിൽ ഫ്രണ്ട് പേജ് ആയിട്ട് തന്നെ നമ്മുടെ കൃഷ്ണേട്ടൻ്റെ സംഭവം വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ വേറെ ഏതൊക്കെ ഫോട്ടോസ് കണ്ടിരുന്നല്ലോ. പിന്നെ അത് നമ്മളെ ഞാൻ നിലമ്പൂർ വർക്ക് ചെയ്യുമ്പോൾ അടുത്തല്ല. പിന്നെ 95 ഗുരുവായൂർ ഈ വർക്ക് ചെയ്ത്. അപ്പം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുള്ള ആളാണ്. പക്ഷെ അധികം അങ്ങോട്ട് ആളുകളെ അറിയപ്പെട്ടിട്ടില്ല എന്ന് മാത്രം നമ്മളിങ്ങനെ ചെയ്തെങ്കിലും. അപ്പം നമ്മുടെ കൃഷ്ണേട്ടൻ്റെ കയ്യിലുള്ളത് മോഹൻലാലിൻ്റെ വീട്ടിൽ ചെയ്തിട്ടുള്ളതാണ് അല്ലേ. എന്തായിരുന്നു അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു? അവിടെ ഒരു 12 അടി ഒരു ചെറിയ മരപ്രഭ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ഗുരുവായൂർ വെച്ചുണ്ടാക്കിയതാ. അത് മോഹൻലാൽ അവിടെ കൊണ്ടുപോയി ഫിറ്റ് ചെയ്തു. ഒരു 50 അടി വീതി, ഒരു 10 അടി ഉയരം, അങ്ങനെ ഒരു ന്യൂറൽ വർക്കാണ് അത്. അത് അവിടെ വിട്ടു. ഏത് വർഷത്തിലാണ്? ഒരുപാടായോ ചെയ്തിട്ട്? 1999 ഇതാണ് അല്ലേ. ഞാൻ മാത്രമല്ല നമ്മുടെ 3-4 പേര്. 1 രവി, 1 സീമാഷ്, 1 സുന്ദര്. നമ്മുടെ മോഹൻലാലിനെ കാണാനെങ്ങാനും അവസരം കിട്ടി. അന്ന് ഇവിടെ ഷൂട്ടിങ് നടക്കണ്ടേ, എന്താ ആദികൃഷ്ണ സിനിമ ഷൂട്ടിങ് ഇവിടെ ഒറ്റപ്പാലത്ത് നടക്കുന്നുണ്ട്. ആ സമയത്ത് ഭയങ്കര കാണാൻ പറ്റാൻ വീട്ടിൽ വന്ന് പോയി കണ്ടു. ഇതിൽ എഴുതിയിരിക്കുന്നതേ ഇന്ന് മൺപാത്രം പോലും നിർമ്മിക്കാനാവാതെ കൃഷ്ണൻ. അതെന്താ അന്ന് കൊറോണ സമയമായിരുന്നു. അന്ന് നിർമ്മിക്കാനോ പുറത്തേക്ക് ഇറങ്ങാനോ മണ്ണ് കൊണ്ടുപോകാനോ ഒന്നും പറ്റാത്ത അവസരം. ഒരു 2 വർഷം അങ്ങനെ ആയിരുന്നു. ബുദ്ധിമുട്ടിലായിരുന്നു. കൃഷ്ണായിട്ട് ചെയ്തിട്ടുള്ള മറ്റൊരു രൂപമാണ് അല്ലേ, ഗണപതിയുടെ രൂപല്ലേ. അതായത് ആലിലയില് ചെയ്തിട്ടുള്ളത് അല്ലേ. ഇത് മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് പിന്നെ പെയിന്റ് അടിച്ചു അല്ലേ. അപ്പോൾ ഇവിടെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മുടെ കൃഷ്ണേട്ടന്. ഇവിടെ നോക്കുമ്പോൾ ഇത് പൈസ കൊടുക്കുക അല്ലേ, ക്യാഷൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൊടുക്കാണ്. മാങ്ങയുടെ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിക്കുന്നത് കേട്ടോ. അതുപോലെ ഇവിടെ ഗ്യാസ് സിലിണ്ടറിന് നമുക്ക് ക്യാഷൊക്കെ ഇട്ടാക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കാന്ന് പറയുമല്ലോ, അതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതുപോലെ ഇവിടെ ഒരു നായ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ മറ്റൊരു പശുക്കുട്ടി, അതുപോലെ ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും അതേപോലെ നമ്മുടെ കൃഷ്ണേട്ടൻ ഉണ്ടാക്കി തരും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വേറൊരാളുടെ ഫേസാണ്. ഇപ്പോൾ നമ്മുടെ ഫേസ് തന്നെ വേണമെങ്കിൽ അതുപോലെ ഇതുപോലെ ഒരു രൂപം ഉണ്ടാക്കാനും നമ്മുടെ കൃഷ്ണേട്ടനുള്ള കഴിവുണ്ട് കേട്ടോ. കൃഷ്ണേട്ടന് ഇതാ ഇവിടെ ഒരു എന്തിന്റെ വർക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? ഞാൻ അമ്പലത്തില് താഴെക്കുളത്തിന്റെ വർക്കാണ്. അമ്പലത്തിന്റെ അല്ലെങ്കിൽ പള്ളിയുടെ മാത്രമല്ല കേട്ടോ. അപ്പൊ അമ്പലങ്ങളും ചെയ്യാറുണ്ട്. നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കുള്ള കലങ്ങളും കാര്യങ്ങളും പലതരത്തിലുള്ള ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കാറുണ്ട്. എന്ത് പറഞ്ഞാലും നമ്മൾ മണ്ണോണ്ട് എന്ത് പറഞ്ഞാലും നമ്മുടെ കൃഷ്ണേട്ടൻ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. ഇപ്പൊ ഇതിന് കതിര് വേണമെന്ന് പറഞ്ഞു. ഇങ്ങനെ താടിയെ കൊടുത്തും സ്പെഷ്യലായിട്ടുള്ളത് വേണമെന്നുള്ളതാണ് അവർ പറഞ്ഞത്. അപ്പൊ അതിന്റെ അപ്പൊ അത് വെക്കാനുള്ള ഇതിലാണ്, ക്രമത്തിലാണ്. ഇതിപ്പോ ഇങ്ങനെ വരച്ചിട്ട് പിന്നെ അതെ അത് വരക്കൽ എന്താ മണ്ണ് മതുമ്പോൾ അതിൽ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതെങ്കിലും നിൽക്കില്ല. അത് പെട്ടെന്ന് അടന്നു പോരും. അടന്നു പോരാതിരിക്കാൻ വേണ്ടി ചെയ്യാം. എത്രയായി കൃഷ്ണേട്ടൻ ഇങ്ങനെ ചെയ്തു തുടങ്ങിയിട്ട്? ഞാൻ തുടങ്ങിയിട്ട് ഒരു 10-12 വയസ്സ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും ഫോട്ടോ കണ്ടാൽ അപ്പം അത് ചെയ്യാമെന്ന് തോന്നുന്നു. അപ്പം അത് ഞാൻ ചെയ്യും. അതെടുത്ത് ആ ഫോട്ടോ കണ്ടാൽ വീട്ടിൽ കൊണ്ടു വെച്ചിട്ട് വൈകുന്നേരം 4 സ്കൂളിൽ വിട്ട് വന്നാൽ അത് നോക്കി ആ ഫോട്ടോ നോക്കി ഞാൻ ആ സാധനം ചെയ്യൂലേ. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണത്. കളിമണ്ണോണ്ട് തന്നെയാണ്. അപ്പൊ അത് അച്ഛനൊക്കെ പാസ്സാക്കി അങ്ങനെ പാസ്സാക്കി വയ്ക്കും. അത് ഞാൻ അച്ഛൻ കാണാതെ മെല്ലെ കൊണ്ടുപോകും. മണ്ണെടുത്തിട്ട് ചെറിയ രൂപങ്ങളൊക്കെ രൂപം ഉണ്ടാക്കും. അപ്പൊ അച്ഛൻ കുറെ പറയും മണ്ണ് ഉണക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പോലെയൊക്കെ പറയും. അപ്പൊ എന്നാലും ഞാൻ അച്ഛനും അറിയാം ചെറിയ പീസ് എടുത്തിട്ട് പോയിട്ട് ഉണ്ടാക്കൂലേ. പിന്നെ അങ്ങനത്തെ ഒരു ഗണപതി ഉണ്ടായിരുന്നു. ഒരു നിന്നിട്ടൊരു ഗണപതി ഉണ്ടായിരുന്നു. അതും ചെയ്തില്ല. അത് കണ്ട് ഇവിടെ വെച്ചു ഞാൻ വീട്ടിൽ. അത് വെച്ചപ്പോൾ നമ്മൾ ഇവിടുത്തെ ആശാരി പോയിട്ട് വേര് പൂസാരി വന്നപ്പോൾ പറഞ്ഞു എന്നോട് ഇത് ഉണ്ടാക്കി വെച്ചു. അപ്പോൾ അച്ഛനോട് ഇപ്പോൾ ചോദിച്ചു. ഞാൻ അന്നും പറയില്ല, ഞാൻ അമ്മമ്മയുടെ വീട്ടിൽ പോയി കാണും. അപ്പോൾ ഇത് ആര് ചെയ്താ വെച്ചു അച്ഛനോടേ. അന്ന് കുറേ ആയി. അപ്പോൾ അത് മോൻ ചെയ്താറുണ്ട്. അതിങ്ങനത്തെ ഒരു വിഗ്രഹം നമുക്ക് കോവിലേക്ക് ആവശ്യമുണ്ട്. അത് നമുക്കൊന്ന് ചെയ്യാൻ പറ്റുമോ? മോനെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ആദ്യമായിട്ട് നമുക്കൊരു ഓർഡർ ഓർഡർ സത്യം.
പിന്നെ എനിക്ക് ഒരു സുബ്രഹ്മണ്യസ്വാമി വേണം അമ്പലത്തിൽ പൂജിക്കാനുള്ളതാ. ഒന്ന് ശുദ്ധമായിട്ട് ഒന്ന് ചെയ്യാൻ പറ്റുമോ? നോക്കട്ടെ അങ്ങനെ. അപ്പം ഞാൻ എൻ്റെ അളവും കാര്യങ്ങളും കൊണ്ടുവരാം. ഞാൻ എൻ്റെ കൃത്യമായ അളവുമാണല്ലോ. അപ്പോൾ ഞാൻ ഒരു ഒരു ദിവസം ഉണ്ട് ഇങ്ങനെ ഒരു ദിവസം പട്ടി കഷ്ണമായിട്ട് വരുന്നുണ്ട് ഈ വലിപ്പത്തിൽ. അതായത് ഇതിൽ അളവ് കൂടാനും പറ്റില്ല കുറയാനും പറ്റില്ല. ഈ വലിപ്പത്തിൽ ഒരു സുബ്രഹ്മണ്യസ്വാമി ഉണ്ടാക്കി തരാൻ പറ്റുമോ? ചെയ്യാം. അങ്ങനെ ഞാൻ ദിവസം സ്കൂൾ ഞാൻ അതിനായിട്ട് നിൽക്കില്ല, സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടാവുള്ളൂ. പിന്നെ ശനി ഞായർ ഫുള്ളായിട്ട് വർക്ക് ചെയ്യും. അങ്ങനെ ഞാൻ ഒരു ആഴ്ച കൊണ്ട് ആ സുബ്രഹ്മണ്യസ്വാമിയെ ഉണ്ടാക്കി. ഇവര് കാവടി എടുക്കുന്ന സമയത്ത് ഇതായിട്ട് കൊണ്ടുപോയി അമ്പലത്തിൽ കൊണ്ടുപോയി പ്രദർശിച്ചു. അതാണ് എൻ്റെ ഫസ്റ്റ് വർക്ക്. അപ്പോൾ ഉണ്ടായിരുന്ന ഒരു സന്തോഷം ഭയങ്കര തന്നെ ഒരു സമയത്ത്. അപ്പൊ ഇതുപോലെ നമ്മള് ഇവിടെ ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കും. അതിന് ശേഷമായിരിക്കും നമ്മൾ ആ ഒരു കട്ട് ചെയ്തിട്ടെടുക്കുക അല്ലെ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കൃഷ്ണാട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ ആർക്കെങ്കിലും ഇതുപോലുള്ള അല്ലെ പള്ളി അമ്പലോ അല്ലെങ്കിൽ എന്താണെങ്കിലും നമ്മുടെ ബന്ധപ്പെടാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെ ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ നമ്മുടെ ആളുകൾക്ക് നമ്പർ കൊടുത്തൂടെ? നമ്മുടെ ആളുകൾക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്ന പണി ചെയ്തു കൊടുക്കുക ഇഷ്ടപ്പെടുന്നത്. അതെ. അപ്പൊ നമ്മുടെ കൃഷ്ണാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇതുപോലെ ഒരുപാട് കഴിവുകളുണ്ട്. എന്നാൽ പുറത്തൊന്നും അറിയപ്പെട്ടില്ല. അപ്പോ ഇതിങ്ങനെ അറിഞ്ഞപ്പോഴാണ് ഞാൻ കൃഷ്ണേട്ടനെ ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തണമെന്ന് തോന്നിയത്. നമ്മുടെ കൃഷ്ണേട്ടൻ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.